ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. നമ്മുടെ യുവതലമുറക്ക് എന്ത് പറ്റി, അതല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു ചർച്ച. ഈ അടുത്ത് GCCയിലെ ഒരു ബിസിനസ് കോച്ചിങ്ങിന് പോയപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ ഏകദേശം 25 വയസ്സായിട്ടുള്ള മോനെയും കൊണ്ടുവന്നിട്ട് വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു തന്നെ, സാറേ എൻ്റെ മോനെ ഒന്ന് റെഡിയാക്കി തരണം. അവനെന്താ പ്രശ്നം? രാവിലെ എണീക്കൂല, ഉച്ചക്ക് ചിലപ്പോൾ 11 മണി 12 മണി വരെ കിടന്നുറങ്ങും, കോളേജിൽ റെഗുലറായിട്ട് പോയിട്ടില്ല, ഓഫീസിൽ വരില്ല, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ചങ്ങായിമാരെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ചെറിയ വേണ്ടാത്തരങ്ങളോ കയ്യിലുണ്ടെന്ന് കണ്ടു. അപ്പോൾ സാറൊന്ന് ഇവനെ റെഡിയാക്കി തരണം എന്നുള്ളതാണ് ഈ കുട്ടികളുടെയൊക്കെ ഒരു പ്രശ്നം. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അയാളുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവന് ഇനി എന്തിനു വേണ്ടി അപ്പോൾ ജീവിക്കുന്നത്? ഇപ്പം നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് വീടില്ലായിരുന്നു, അപ്പോൾ വീട് വേണ്ടിയിരുന്നു, സമ്പത്തില്ലായിരുന്നു, കാറില്ലായിരുന്നു, ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു, എല്ലാം സ്ക്രാച്ചിന് വേണ്ടി തുടങ്ങിയിട്ട് വേണ്ടിയിരുന്നു. അപ്പോൾ നമുക്കൊരു വലിയ വിഷനോ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ലെങ്കിലും ജീവിതത്തിൻ്റെ ബേസിക് നീഡിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ യുവത്വം. ഇവരെ സംബന്ധിച്ചിടത്തോളം ബേസിക് നീഡ് സെറ്റാണ്, റൊട്ടി കപ്പട മക്കാൻ സെറ്റാണ്, പിന്നെ വേണ്ടത് മനുഷ്യൻ സെക്യൂരിറ്റിയാണ്, സാമ്പത്തികമായ ആൾ സെറ്റാണ്, പിന്നെ വേണ്ടത് ലവ്, റൊമാൻസ്, കല്യാണം, അതും സെറ്റാണ്. അപ്പോൾ പിന്നീട് ജീവിതത്തിൽ ഇപ്പോൾ വേണ്ടതൊക്കെ ആയി, അതായത് ഒരു മനുഷ്യന് വേണ്ട ബേസിക്സ് ഒക്കെ ആയി. ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തിനാണ് എഴുന്നേൽക്കുന്നത്? അപ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരു രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണമില്ല, ശരീരത്തിൽ എനർജി ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ കുട്ടികളെ കുറിച്ച്. അപ്പം നമ്മൾ ഡീപ്പ് ഇമർഷനിലൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം, ആളുകൾ നമ്മളൊരു 35-40-45 വയസ്സാകുമ്പോഴാണ് ഡീപ്പ് ഇമർഷനിൽ വരാം. അപ്പോൾ നമ്മുടെ ഒരു ഡീപ്പ് ഇമർഷൻ്റെ ലൈഫ് കൺസെപ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ദ DI വേ ഓഫ് ലൈഫ് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കോമൺ ഫീഡ്ബാക്കാണ്, ജീവിതത്തിൽ ഒരു 20 വർഷം മുമ്പ്, അതായത് ഒരു 20-25 വയസ്സിൽ ഈ ഒരു ഡയറക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ. കറക്റ്റാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 25 വയസ്സിൽ നമുക്ക് ലൈഫിനെ കുറിച്ചൊരു വിഷൻ ഉണ്ടാവുക, 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ആരാവും? ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്നെ എന്തിനാണ് ദൈവം ഈ ലോകത്തേക്ക് പടച്ചു വിട്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. പൈസയിലപ്പുറം, സമ്പത്തിലപ്പുറം, വീടിലപ്പുറം, കാറിലപ്പുറം, സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് എന്നെക്കൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഏർലി ഏജിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 10-25 വർഷം ജീവിതത്തിൽ വേസ്റ്റ് ആവില്ല. ഇത് ട്രയൽ ആൻഡ് എറർ നമുക്കൊരു 45-50 വയസ്സാകുമ്പോഴല്ല ജീവിതത്തിൽ കിളി വെക്കണത് തന്നെ. പിന്നെ അങ്ങോട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ സമയമില്ല. പിന്നെ റിഗ്രറ്റാ, ഞാൻ ജീവിതത്തിൽ എവിടെ എത്തിയില്ല എന്നുള്ളത്. അതൊന്നല്ല, ഒരു 25 വയസ്സിൽ ഈ കുട്ടികളെ പിടിച്ചിട്ട് കറക്റ്റായിട്ട്, കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, ബാപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, മൊത്തം ആളുകൾ പറയും, അനക്കിപ്പോൾ തിരക്കേടില്ല, ബാപ്പൻ്റെ പൈസ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ഓഫ് ഫാദർ ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പെയിനും ത്രെട്ടും. അതിലപ്പുറം ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ഇപ്പോൾ ഞാൻ എന്ത് എങ്ങോട്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് അതുമില്ല. അപ്പോൾ ആ ഒരു ഹൂ ആമായി, ഞാൻ എന്തിനായി ലോകത്തേക്ക് വന്നത്, എന്താണ് എൻ്റെ 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ആരായിരിക്കും, എൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി എന്താണ്, അച്ഛനുണ്ടാക്കിയ എംപയർ എനിക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും, അത് വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഫർദർ എലിവേറ്റ് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്താണ് ശരി, എന്താണ് തെറ്റ്, വലിയ ചോദ്യമാണ്. കുട്ടികൾക്കൊക്കെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതിനിപ്പോൾ എന്താ പ്രശ്നം പാപ്പ, അതിനിപ്പോൾ എന്താ പ്രശ്നം അച്ഛാ, അമ്മ, അതിനിപ്പോൾ എന്താ പ്രശ്നം, എന്തിനാ കല്യാണം കഴിക്കണത്, ലിവിങ് ടുഗദറിന് എന്താ പ്രശ്നം, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ചോദ്യങ്ങളാണ്. അതിനിപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് മൂല്യബോധം, എന്താണ് നമ്മുടെ ശരികളെയും തെറ്റുകളെയും തീരുമാനിക്കുന്നതെന്നൊക്കെ ചെറുപ്രായത്തിലെ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന് ഭയങ്കര അർത്ഥമായിരിക്കും. നമ്മൾക്ക് നഷ്ടപ്പെട്ട ഒരു 10-25 വർഷമുണ്ട്. എൻ്റെയൊക്കെ ജീവിതത്തിൽ 35 വയസ്സ് വരെ കിളിപോയ പോക്കാ. ആർക്കോ വേണ്ടി എന്തോ പഠിച്ച്, അങ്ങനെ എന്തോ ജോലി ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ ജീവിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല. ജീവിതത്തിൻ്റെ ആക്ച്വൽ ഓർമ്മ തുടങ്ങുന്നത് തന്നെ 36 വയസ്സിലാണ്. ബേസിക്കലി ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ജീവിച്ച് തുടങ്ങുന്നത് 35 വയസ്സിലാണ്. അന്നാണ് ക്ലാരിറ്റി ഓഫ് ലൈഫ്, പർപ്പസ് ഓഫ് ലൈഫ്, വിഷൻ ഓഫ് ലൈഫ്, വാല്യൂസ് ഓഫ് ലൈഫ്, എനിക്കുള്ള ഞാൻ ഹൂ ആമൈ എന്നുള്ള തിരിച്ചറിഞ്ഞത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഈ പാരൻസിന് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡീപ്പ് ഇമേഴ്ഷൻ്റെ യൂത്ത് ഇമേഴ്ഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ജോർജിയയിലാണ് നടക്കുന്നത്. നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല, ഈ കുട്ടികളെ ക്യാച്ച് ദം യങ്, ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അവരെ എടുത്ത് അവർക്കൊരു കാഴ്ചപ്പാട് കൊടുത്ത്, ജീവിതത്തിൻ്റെ പർപ്പസ് കൊടുത്ത്, വിഷൻ കൊടുത്ത്, വാല്യൂ സിസ്റ്റം കൊടുത്ത്, അവരിൽ ഈ ഡ്രഗ് അബ്യൂസോ അല്ലെങ്കിൽ മറ്റുള്ള അബ്യൂസൊന്നും അല്ലാതെ എങ്ങനെയാണ് മോട്ടിവേഷനും എനർജിയും ഇൻസ്പിറേഷനും കണ്ടെത്തുന്നത് പറഞ്ഞ് അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്ത്, ഒരു അച്ഛൻ്റെ എംപയർ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്ത്, അവരെ ജീവിതത്തിലെ ഒരു സാമൂഹ്യ ബോധമുള്ള, ദിശാബോധമുള്ള ഒരു ഏറ്റവും നല്ല സിറ്റിസൺസ് ആക്കി, ഈ ദുനിയാവിനും ഉപകരിക്കണം, നാളെ
മരണശേഷം ഉപകരിക്കണം, സമൂഹത്തിനും ഉപകരിക്കണം, കുടുംബത്തിനും ഉപകരിക്കണം, അവനും ഉപകരിക്കണം, എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ഫ്യൂച്ചർ ലീഡറായി വളർത്തുന്ന ലീഡർഷിപ്പ് ക്യാമ്പാണ്. 10 ദിവസത്തെ ക്യാമ്പാണ് യുവാക്കൾക്ക് വേണ്ടി മാത്രം. 20 മുതൽ 30 വരെ വയസ്സുള്ള നമ്മുടെ കുട്ടികളെ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പിടിച്ച് സമൂഹത്തിൻ്റെ ലീഡേഴ്സായിട്ട്, മൂല്യബോധമുള്ള, ലക്ഷ്യബോധമുള്ള, സാമൂഹ്യബോധമുള്ള ലീഡേഴ്സായിട്ട് നമുക്ക് അവരെ വളർത്തിയെടുക്കാം. വെൽക്കം ടു യൂത്ത് ഇമർഷൻ.